വചനവയലൊരുക്കുന്ന ധന്യമീ ജീവിതം. തിരുഹൃദയ സന്യാസി സഭാ സമൂഹ സ്ഥാപക പിതാവ് ധന്യൻ കദളിക്കാട്ടിൽ മത്തായച്ചന്റെ ജീവിത ചരിത്രം. അധ്യായം 4. ഇടവക സേവനം. കരൂർ പള്ളി വികാരി. 1903 ബഹുമാനപ്പെട്ട മത്തായച്ചൻ കരൂർ പള്ളി വികാരിയായി നിയമിതനായി. പിതാവായ ദൈവത്തിന്റെ സ്നേഹം പ്രാർത്ഥനയിലും ധ്യാനത്തിലും സർവോപരി സ്വജീവിതത്തിലും അനുഭവിച്ചറിഞ്ഞ ആ സ്നേഹം ലോകത്തുള്ള ഏവർക്കും പകർന്നു കൊടുക്കുന്നതിനും ആ സ്നേഹ വലയത്തിലേക്ക് ഏവരെയും ആകർഷിക്കുന്നതിനുമുള്ള തീവ്രമായ ഒരു അഭിനിവേശത്തോടു കൂടിയാണ് മത്തായച്ചൻ തൻ്റെ ഔദ്യോഗിക ചുമതല ഏറ്റെടുത്തത്. തിരുഹൃദയ പ്രേഷിതനായ ഇദ്ദേഹത്തിൻ്റെ ഹൃദയം പിതാവായ ദൈവത്തോടും സഹോദരരായ മനുഷ്യരോടുമുള്ള സ്നേഹത്താൽ നിറഞ്ഞതായിരുന്നു. ഇടവക ജനങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ താല്പര്യങ്ങളിൽ സ്നേഹമുള്ള ഒരു മാതാവിനെ പോലെ ബഹുമാനപ്പെട്ട മത്തായച്ചൻ വർത്തിച്ചു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഏവരുടെയും സ്നേഹവിശ്വാസങ്ങൾ സമാർജിക്കുന്നതിന് ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഭക്തനായ പുതിയ വികാരിയച്ഛനെ ജനങ്ങൾ അകമഴിഞ്ഞു സ്നേഹിച്ചു. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സജീവ സ്നേഹത്താൽ ജ്വലിച്ചിരുന്ന ഇദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനങ്ങൾ അവരെ പുണ്യചരിതരാക്കി. തൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി തിരുഹൃദയ സഖ്യത്തിൽ അനേകം പേരെ ചേർക്കുകയും ഭക്തജീവിതം നയിക്കുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും കുടുംബങ്ങളിൽ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു വന്നു. ഈ അവസരത്തിൽ തനിക്ക് സ്വന്തസിദ്ധമായിരുന്ന ദീനാനുകമ്പ മത്തായച്ചനിൽ കൂടുതൽ പ്രകാശമുണ്ടാക്കി. പാവപ്പെട്ടവരെ തൻ്റെ കഴിവിൽ കൂടുതലായി സഹായിച്ചിരുന്നു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ സമീപിച്ച ആരെയും വെറും കൈയോടെ മടക്കി അയച്ചിട്ടില്ല. പാവപ്പെട്ടവരുടെ കഷ്ടതകൾ നേരിട്ട് മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ തൻ്റെ സർവ്വ കഴിവുകളും വിനിയോഗിച്ചു. പരിശുദ്ധമായ ഉപവിയാൽ പ്രേരിതനായി പിൽക്കാലത്ത് താൻ സ്ഥാപിച്ച സഭയെപ്പറ്റിയുള്ള അവ്യക്തമായ ഒരാശയം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യമായി ഉദിച്ചത് ഈ ഇടവകയിലെ സാധുജനങ്ങളുമായി ഇടപെട്ട അവസരത്തിലായിരുന്നു അത്രേ. 1903 ബഹുമാനപ്പെട്ട മത്തായച്ചൻ വികാരിയായി വരുമ്പോൾ കേവലം ഒരു ഷെഡ് മാത്രമായിരുന്ന കരൂർ പള്ളി ചുരുങ്ങിയ കാലം കൊണ്ട് പുതുക്കി പണി കഴിപ്പിക്കുന്നതിന് ഇദ്ദേഹത്തിന് സാധിച്ചു. 1906 ലാലം പഴയ പള്ളി വികാരിയായി ബഹുമാനപ്പെട്ട മത്തായച്ചന് സ്ഥലമാറ്റം ലഭിച്ചു. തങ്ങളുടെ ആവശ്യങ്ങൾ പൈതൃക വാത്സല്യത്തോടെ നിർവഹിച്ചും തങ്ങളെ സൽപാതകളിൽ നയിച്ചും തങ്ങൾക്ക് വേണ്ടി അഹോരാത്രം ബുദ്ധിമുട്ടിയ നല്ലിടയനായ ബഹുമാനപ്പെട്ട കദളിക്കാട്ടിൽ അച്ഛൻ്റെ വേർപാട് കരൂർ ഇടവകക്കാർക്ക് മർമ്മഭേദകമായി തോന്നിയതിൽ അത്ഭുതത്തിന് അവകാശമില്ല.